ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിൻ ചമ്മന്തിയാണ് കേട്ടോ. ചോറുണ്ണാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുപയർ മാത്രമേ ഉപ്പേരി ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 10 മുളക് കൂടി എടുത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി നമുക്കപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ചീഞ്ചട്ടി വെച്ച് 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ഞാൻ അഷ്ടമിരോഹിണിയായിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇത് നമ്മൾ 10-12 അരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം കാശ്മീരി മുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പം അതും ഇതേപോലെ ഒരു 10-20 മുളക് എടുക്കാം. മുളക് വറുത്തെടുക്കുക. നമ്മൾ മുളക് പൊടി ആയ കാരണം ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. മുളക് മൂത്തിട്ടുണ്ട്, നമുക്കിത് എടുക്കാം കേട്ടോ. മറ്റേ പൊടിയായ കാരണം നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-30 ചെറിയ ഉള്ളി ഉണ്ടാവും. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി നന്നായിട്ട് മൂക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ വാടി കിട്ടിയാൽ മതി. ആ പച്ചമണം മാറുന്ന ഒരു ഇതില്ല, നന്നായി വഴറ്റിയെടുക്കണ്ട. ഇത്രയും മതി, നമുക്ക് എടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചേർക്കാം. 1.25 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് പൊടിയായ കാരണമാണ് ഇങ്ങനെ ഇട്ടത്. മുളകാണെങ്കിൽ നമ്മുടെ മറ്റേ മുളകിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം. അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. നമ്മൾ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. മുളകിൻ്റെ കാരം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് മൂപ്പിച്ചെടുത്ത മുളക് പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി കറക്കിയെടുക്കണം. ഇപ്പം മുളകാണ് നമ്മൾ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി വെളിച്ചെണ്ണ വരും. ചീഞ്ചട്ടിയിൽ ബാക്കി വെളിച്ചെണ്ണ വരും. അപ്പം ചട്ടിയിലെ വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് 2-3 കറക്കം കറക്കിയാൽ മതി. ഉള്ളി അധികം അരയണ്ട. നമ്മുടെ ഇത് ഉപ്പെടുത്ത ടീസ്പൂണാണ് കേട്ടോ. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കുക, ഇതിൽ ഉപ്പ് കുറവാണ്, നമുക്ക് ഉപ്പ് ചേർക്കണം. ഈ ചമ്മന്തി ഞങ്ങളുടെ വീട്ടിലൊക്കെ അരയ്ക്കാറുണ്ട് കേട്ടോ. ഇത് പുളി കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ അരയ്ക്കുക. ഇതിപ്പോൾ
തൈര് കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ നമ്മളിന്ന് തൈര് കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിച്ച തൈരായിരിക്കണം തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പം എനിക്ക് ഇന്നൊന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വെച്ചു. ഞാൻ തൈര് കുലുക്കിയപ്പോൾ അത് ഇത്തിരി കട്ടയൊക്കെ ഉടഞ്ഞതാണ്. നല്ല പുളിയുള്ള തൈരാവണം. നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മതി ചോറ്. ഇടയ്ക്ക് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ചോറിന് ഈ ചമ്മന്തി മതി. ഞങ്ങൾക്കൊന്നും ഇവിടെ ചെറുപയർ തോരനാണ്. അപ്പോൾ ഞങ്ങൾ ചമ്മന്തി അരച്ചത്. പൊട്ടിണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ചമ്മന്തി ഇതിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ചമ്മന്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ്. പിന്നെ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ചൂട് ചോറാണിത്. ചമ്മന്തി കണ്ടപ്പോൾ നല്ല കൊതി തോന്നി നമുക്ക്. ഒത്തിരി ചോറുണ്ണാന്ന് വെച്ചിട്ടാണ്. നല്ല ചൂട് ചോറ്, നല്ല ചമ്മന്തി. ചൂട് ചോറാണ് കേട്ടോ. നല്ല ചൂടാണ് ചോറ്. ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. തൈര് ഒഴിച്ചിട്ട് നല്ല പൊളി സാധനം. തൈര് ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. തൈരും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് വരുമല്ലോ. അപ്പം നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ചമ്മന്തിയാണ്. നല്ല ചൂടാണ് ചോറ്. ചമ്മന്തി കണ്ടപ്പോൾ കൺട്രോള് പോയി. ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പുളിയല്ല, തൈരാണ് ഒഴിക്കേണ്ടത്. നല്ല പുളിയുള്ള തൈര്.